ഹലോ ഗായ്സ്. സോ ഞാൻ നോർമലി ഓഫീസിൽ നിന്ന് 6:30 ഒക്കെ ആകുമ്പോഴാണ് ഇറങ്ങാറ്. സോ ഇന്ന് ഇച്ചിരി നേരത്തെ ഇറങ്ങി ബിക്കോസ് എനിക്ക് ചെറുതായിട്ടൊരു കോൾഡ് ഉണ്ടായിരുന്നു. ഫേസൊക്കെ വാഷ് ചെയ്യണം എന്തിനാണെന്ന് വെച്ചാൽ പോണ വഴിക്ക് ഉറക്കമൊന്നും വരരുതല്ലോ. പിന്നെ നോർമലി ഞാൻ എപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ സ്കാർഫൊന്നും കെട്ടാറുണ്ടായിരുന്നില്ല. അത് കാരണം നല്ല രീതിക്ക് മുഖത്ത് സൺ ടാൻ ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് എനിവേയ്സ് ഇന്ന് ഞാൻ സ്കാർഫൊക്കെ കെട്ടിയിട്ടാണ് വീട്ടിൽ പോയത്. ബട്ട് വൈ ഞാൻ ഈ ലിപ്സ്റ്റിക് ഒക്കെ അടിക്കണമെന്നറിയില്ല, ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷം. അങ്ങനെ ഈ ലിപ്സ്റ്റിക് എപ്പോഴും പോക്കറ്റിലുണ്ടാവും. എനിക്ക് ഇടക്കിടക്ക് അടിക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അങ്ങനെ ഇത് നൈക്കയുടെ ലിപ്സ്റ്റിക്കാണ്. സോ എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത് ബ്രൗണി പോയിൻറ്റ്സ് എന്ന് പറയുന്നൊരു ഷെയ്ഡായിരുന്നു. സോ ഞാനിങ്ങനെ ലിപ്സ്റ്റിക് ഒക്കെ അടിച്ച് സ്വന്തമായിട്ട് ചുമ്മാ മിററിൽ നോക്കി അഡ്മറേഷൻ നടത്തിയിട്ട് എന്താ പറയുക, അത് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങുമായിരുന്നു. ഇത് ഏകദേശം ഒരു 4:30 ഒക്കെ ആയിട്ടുണ്ടാകും. ബിക്കോസ് എനിക്ക് കോൾഡ് ഉള്ളാറിന് എ സിയിൽ ഇരുന്നിട്ട് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കാരണമാണ് ഞാൻ നേരത്തെ ഇറങ്ങിയത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു 6:30 ഒക്കെ ആവും ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ. എൻ്റെ പ്രൊജക്റ്റിൻ്റെ ഫ്ലോർ എന്ന് പറഞ്ഞാൽ 12th ഫ്ലോർ ആയിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ ഞാൻ 0-ലോട്ട് പോകണമെങ്കിൽ അറിയാണ്ട് 12 നിൽക്കും. അങ്ങനെ ഒരു മണ്ടത്തരം എനിക്ക് എപ്പോഴും പറ്റാറുണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ ആ മോളിൽ നിന്നുള്ള വ്യൂ ആണ്. നല്ല രസമാണ്. അത്യാവശ്യം ഒന്ന് മഴയൊക്കെ പെയ്തിട്ട് റോഡൊക്കെ അത്യാവശ്യം നനഞ്ഞൊക്കെ കിടപ്പുണ്ടായിരുന്നു. എനിവേയ്സ് അപ്പം ലിഫ്റ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് റോഡിലോട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ നനഞ്ഞ് കിടക്കണ കണ്ടപ്പോൾ തന്നെ വണ്ടി ഓടിക്കാൻ ചെറുതായിട്ടൊരു മടിയൊക്കെ വന്നു. ബട്ട് സ്റ്റിൽ ഇത്തിരി നേരത്തെ പോകാമെന്ന് വിചാരിച്ചു. കാര്യം എ സിയിലിരിക്കുന്നതിലും ബെറ്റർ ആണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ താഴത്തോട്ട് ഇറങ്ങുന്ന വഴിക്ക് ലിഫ്റ്റിൽ വെച്ചിട്ട് ആരും ഉണ്ടായിരുന്നില്ല ലിഫ്റ്റിൽ. അത് കാരണം ജസ്റ്റ് ഒരു ലിഫ്റ്റ് മിറർ സെൽഫീസൊക്കെ എടുത്തു. എന്നിട്ട് പഞ്ച് ഔട്ട് ചെയ്തിട്ട് നമുക്ക് ബാഗ് ഇവിടെ കാണിക്കണം. എന്നിട്ട് സെക്യൂരിറ്റീനെ കാണിച്ചിട്ട് നമ്മൾ ഇറങ്ങി. ആക്ച്വലി ഇപ്പം ചെറുതായിട്ടൊരു ഒരു ക്ലൗഡി ക്ലൈമറ്റാണ്. അപ്പം അത് കാരണം എന്താ പറയുക, നല്ലൊരു തണുപ്പ് ഫീലിംഗ്. ഹുഡി ഇട്ട കാരണം പിന്നെയും ബെറ്ററാണ്. ഇന്ന് തേഴ്സ്ഡേ ആയത് കാരണം നല്ല രീതിക്ക് കുറേ ആൾക്കാരുണ്ട് കേട്ടോ പാർക്കിംഗ്. അപ്പം അത് കാരണം എൻ്റെ സ്കൂട്ടർ ഞാൻ വെച്ചിട്ടുള്ളത് ദാ അവിടെയാണ്. അപ്പം അങ്ങോട്ടേക്ക് നടക്കുവാണ്. എനിക്ക് എത്ര ജലദോഷമോ ലൈക്ക് പനിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ചെടികളൊക്കെ ഇങ്ങനെ നനഞ്ഞ് നിൽക്കുന്ന ആ ഒരു ഇത് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ചെടികളൊക്കെ നല്ല രസമുണ്ടായി. പക്ഷേ സ്കൂട്ടർ നോക്കിയപ്പം സ്കൂട്ടർ ഇങ്ങനെ നനഞ്ഞിരിക്കുന്നു. അത് കാരണം പിന്നെ ഞാൻ ബാഗ് താഴ്ത്തി വെച്ചില്ല. ബാഗ് ഫ്രണ്ടിൽ വെച്ചില്ല, ബാഗ് ബാക്കിൽ തന്നെ തൂക്കിയിട്ടാണ് ഞാൻ ഇറങ്ങിയത്. എന്നിട്ട് പിന്നെ സ്കൂട്ടർ എടുത്ത് നേരെ വീട്ടിലോട്ട് വിടുമായിരുന്നേ. അപ്പോൾ ഈ റോഡൊക്കെ ആണെങ്കിൽ നല്ല നനഞ്ഞ് കിടക്കണ നല്ല ഫ്രഷ് ആയിട്ട് കിടപ്പുണ്ടായിരുന്നു. നല്ല രസമുണ്ടായി. എന്നിട്ട് നേരെ വീട്ടിലോട്ട് പോണ വഴിക്ക് എനിക്ക് ആക്ച്വലി നല്ല ചൂടുള്ള പഴംപൊരി കഴിക്കാൻ തോന്നി. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വണ്ടി ഇങ്ങനെ പോയി കഴിയുമ്പോൾ കരിങ്ങാച്ചിറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ ഞാൻ നിർത്തി. പക്ഷേ അവിടെ പഴംപൊരി ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ നേരെ വീട്ടിലോട്ട് പോയി. എന്നിട്ട് ഞങ്ങളുടെ അങ്ങാടിയിൽ നിന്ന് പഴംപൊരി വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് 4 എണ്ണമാണ് വാങ്ങിച്ചത്. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് പഴംപൊരി കഴിക്കാമെന്ന് വിചാരിച്ചു. വാട്ട് ഈസ് ദിസ്? ഇതാണ് പഴംപൊരി. ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കരമായിട്ട് പഴംപൊരി കഴിക്കാൻ തോന്നി. അപ്പം ഞാൻ വാങ്ങിച്ചതാണ്. വീട്ടിൽ പോയിട്ടാ കഴിക്കുള്ളൂ. ഞാൻ ജസ്റ്റ് കാണിക്കാം. സൂപ്പർ. കൊതി വരുന്നുണ്ട്, പക്ഷെ വീട്ടിൽ പോയിട്ട് കഴിക്കാം. ഹായ്. നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് ക്രേവിങ്സ് തോന്നുമ്പോൾ ചില സാധനം കഴിക്കുമ്പോൾ നമ്മൾ അത് മേ ബി ഭയങ്കര കുഞ്ഞു സാധനം ആവും. ബട്ട് ഞാനൊരു ഫുഡി ഗേളാണ്. എനിക്ക് ചില സംഭവങ്ങളൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എനിക്ക് പഴംപൊരി കഴിച്ചപ്പോൾ നല്ല സന്തോഷമായി പേഴ്സണലി. അതിനുശേഷം ഒരു പഴംപൊരി ഞാൻ സാധാ പോലെ കഴിച്ചു. അതിനുശേഷം ഇപ്പം ഞാൻ വെജിറ്റേറിയനാണ് കുറച്ച് ദിവസത്തേക്ക്. അത് കാരണം ഞാൻ പഴംപൊരിയും പിന്നെ പനീർ ബട്ടർ മസാല ഉണ്ട്, അതും കൂടി രണ്ടും കൂടി കഴിച്ച്. ഇത് ജസ്റ്റ് ഒരു 2 hours നടന്ന കാര്യങ്ങളാണ്. സോ അത്രേ ഉള്ളൂ. ബൈ.